സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇതാണ് പരിപാടി. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചക്കപ്പുഴുക്കും തേങ്ങ അരച്ച കൊഴുവ മീൻകറിയും കഴിക്കണമെന്ന് ഒടുക്കത്തെ ആഗ്രഹം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ചേട്ടൻ തള്ളി ഉന്തി പറഞ്ഞ് കടയിലോട്ട് വിട്ടു. ചേട്ടൻ കടകൾ മൊത്തം കയറി ഇറങ്ങി കണ്ടുപിടിച്ചിട്ട് വന്ന ചക്കയാണ് ഈ ചക്ക. ഈ വർഷം എനിക്ക് ചക്ക പുഴുക്കോ ചക്ക അവിയലോ ഒന്നും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം പച്ചച്ചക്ക കിട്ടാനില്ല. അങ്ങനെ നല്ല ഇഷ്ടത്തോടെ ഞാൻ ചക്ക മുറിച്ചെടുത്ത് കഴിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലായി, ചക്ക പഴുത്തുന്നു. അത് പറയാൻ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒറ്റ ഓട്ടം. ആദ്യമായിട്ടായിരിക്കും ഒരു മധുരമുള്ള ചക്ക കണ്ട് ഞാൻ ഇത്രയും വിഷമിക്കുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ കുക്കിംഗ് എക്സ്പെർട്ടായ അമ്മയുടെ സഹായം തേടി. അമ്മേ, ഈ ചക്ക നമുക്ക് പുഴുങ്ങാൻ പറ്റുമോ, പുഴുക്കുണ്ടാക്കാൻ പോകുന്നു. അമ്മ പറഞ്ഞു അധികം പഴുക്കാത്തയാണെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അമ്മ പറഞ്ഞാൽ പിന്നെ എതിർവാക്കില്ല. ഞാൻ അങ്ങ് എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ചക്ക പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ടാസ്ക് ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിലും പണ്ട് അമ്മ ഉണ്ടാക്കി തന്നത് ഇന്ന് മാത്രമേ എനിക്ക് ശീലമുള്ളൂ. അങ്ങനെ ഞാൻ സഹായത്തിനായിട്ട് എൻ്റെ മകളെ വിളിച്ചായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, അയ്യേ ഞാൻ ചക്കയും തൊടാറില്ല, ചക്ക ഗ്ലൗസ് ഇട്ടാണെങ്കിൽ ഞാൻ തൊടാം. അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു. ചേട്ടാ, നിങ്ങൾക്ക് തിന്നുന്നതിന് ഒരു പങ്ക് വേണോ, എങ്കിൽ നിങ്ങൾ ഇത് വന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് തരുന്നു. അങ്ങനെ ചേട്ടൻ വന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് തരുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ധൃതി പിടിച്ച് എല്ലാ കറികളും പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഈവനിങ്ങിന് മുന്നേ ചായയോടൊപ്പം എനിക്ക് ചക്കപ്പുഴുക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കൊഴുവ മീൻ കിട്ടിയില്ല, പകരം എനിക്ക് കിട്ടിയത് കേര മീനാണ് കേട്ടോ. അതിനിടയ്ക്ക് അവൾക്ക് ചുമക്കുള്ള മരുന്നും കൊണ്ട് അവൾ വരുവാണ്. ഇവിടെ മഴ തുടങ്ങി അന്ന് മുതൽ അല്ലൂസിന് പനിയും ചുമയാണ്. എനിക്കും ചേട്ടനും എല്ലാവർക്കും മാറി ഉണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ കുക്കിങ്ങിലോട്ട് കടന്നു. അങ്ങനത്തെ കേര മീൻ കഴുകി നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ മുരിങ്ങക്കോലും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് തേങ്ങ അരച്ച് അങ്ങനെ ഒരു പിടി പിടിച്ചു ഞാൻ. ഇതേ സമയം ഞാനാണെങ്കിൽ ചക്ക തേങ്ങ അരച്ചതാ പുഴുങ്ങാനായിട്ട്, അതായത് നല്ല പുഴുക്കുണ്ടാക്കാനായിട്ട് അടുപ്പിലോട്ട് കയറ്റി അവിടെ ഇരുന്ന് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയൊന്ന് ചക്കയ്ക്ക് ഞാൻ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലൂസിന് ഞാൻ ഇതുവരെ ചക്ക ചിപ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പം ചക്ക ചിപ്സ് ഞാൻ ആദ്യമായിട്ട് അല്ലൂസിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചക്ക ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഭയങ്കര മടിയാണ്. കാരണം ചക്ക ക്ലീൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടല്ലേ. ആദ്യത്തെ ചക്ക ചിപ്സ് തന്നെ കരിക്കട്ടയായിട്ടുണ്ട്. ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലൂസ് കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പണികളെല്ലാം തീർത്തതിന് ശേഷം ഓടി പിടിച്ച് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചായ കിട്ടും. എനിക്ക് തന്നെ മാത്രം മതി ചായ. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ഒരുമിച്ച് ഉണ്ടാവാറില്ല. ആകെ സൺഡേ മാത്രമേ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാകാറുള്ളൂ. അപ്പം വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ചായ കുടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ടു. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പുഴുക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, വേണ്ടാത്തവർ കഴിക്കണ്ട. അല്ലുൻ്റെ കൂടെ അല്ലുൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചക്ക ബേന്ന് പറഞ്ഞവൾ ചക്ക ചിപ്സ് കണ്ടപ്പോൾ ഓടി വന്നു കേട്ടോ. ഞാൻ അങ്ങനെ ചേട്ടൻ ചായ കൊണ്ടുകൊടുത്ത് ചേട്ടൻ ചേണ്ടതായ പണികളിലാണ് കേട്ടോ. ചേട്ടൻ്റെ പണികളൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു. അങ്ങനെ ആ മീൻകറി കുഴച്ച ഒരു സ്പൂൺ ചക്ക ഞാനെടുത്ത് വായിലോട്ട് വെച്ചു. എൻ്റെ ദൈവമേ സ്വർഗ്ഗം. എന്നാൽ പിന്നെ ഇതിൻ്റെ രുചി ഞാൻ മാത്രമല്ല നിങ്ങളും അറിയണമെന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനെ നിർബന്ധിച്ച് ഞാൻ ഒരു സ്പൂൺ കൊടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയാം എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ ഒന്നും എടുക്കില്ല, ഞാൻ ഷർട്ട് ഇടാതിരിക്കുവാണെന്ന്. പിന്നെ ചേട്ടൻ കണ്ടിട്ട് ആർക്ക് എന്ത് തോന്നാൻ അല്ലേ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.